ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ ദിവസമായിട്ട് എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രോബ്ലം എൻ്റെ സൗണ്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാട്ടെ എല്ലാവരും. ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി, ഉഴുന്ന്, അതുപോലെ 1 ടീസ്പൂൺ ഉലുവയും കൂടി 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കഴുകിയെടുത്തിട്ട് കുതിർക്കാനായിട്ട് വെച്ചാലും മതി, അല്ലെങ്കിൽ കഴുകിയെടുക്കുന്ന സമയത്ത് അതിങ്ങനെ പൊടിഞ്ഞു പോകും. ആവശ്യത്തിന് ചോറും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, മാവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. ബാക്കിയുള്ള മാവും ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവിലേക്ക് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ റൈസ് കുക്കറിലാണ് എന്നും വെക്കുന്നത് പോലെ വെക്കുന്നത്. ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ദോശയ്ക്ക് ചിലപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊന്നും അത് വയറിന് പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ അധികം ഈസ്റ്റ് അപ്പത്തിൽ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഉഴുന്ന് അരച്ചിട്ട് ഉഴുന്നും അരിയും അരച്ചാൽ തന്നെ അത് എന്തായാലും പൊങ്ങി വരും. അപ്പോൾ നമുക്കതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് രാവിലെയാണ് ഇത് ദോശ ചുട്ടെടുക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സോപ്പ് പതഞ്ഞ് പൊങ്ങി വരുന്നത് പോലെ പൊങ്ങും. അതിനൊന്നും ആവശ്യമില്ല നമുക്ക്. അത് നമ്മുടെ ഹെൽത്തിനും നല്ലതല്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒന്നും തന്നെ ചേർക്കാണ് നല്ലതുപോലെ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗീ റോസ്റ്റ് ചുട്ടെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നമ്മൾ ഉപ്പൊക്കെ ഇതിൽ ചേർത്തതാണ് ഓൾറെഡി. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ദോശപ്പാന് കുറച്ചും കൂടി വലുതാണ്, നമുക്ക് നല്ല വലിയതായിട്ടുള്ള ഗീ റോസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഈ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട്. ദോശ നല്ല മുരിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദോശ നന്നായിട്ട് ഇവിടെ മുരിഞ്ഞ് നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ചിലരൊക്കെ കടലപ്പരിപ്പും കൂടി വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെക്കാറുണ്ട് കേട്ടോ നമ്മുടെ ഈ ഗീ റോസ്റ്റ് റെഡിയാക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ലാണ്ട് തന്നെ സാധാരണ ചേരുവ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. മുന്നേ നമ്മുടെ ചാനലിൽ അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു ഉഴുന്ന് ദോശയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിൽ, കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അത് നല്ല മുരിഞ്ഞിട്ടുള്ള ഒരു ദോശ തന്നെയാണ് ആ ഒരു റെസിപ്പിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ പതിവ് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനസ് വയനാട്.